വീണില്ലടി, വീണില്ല. നീ അങ്ങോട്ട് നിൽക്കുന്നതിന് ഞാൻ തള്ളിയിടാം. നിനക്ക് പ്രാന്താണോടി? വീണല്ല കര, വീഴാത്തനാണോ കരയണത്? അതല്ലെന്ന്, ചിട്ടിയിൽ എനിക്ക് നറുക്ക് വീണില്ലടി. എങ്ങനെ എന്റെ ലോൺ അടക്കും? നീ ഭയങ്കര തള്ളിയിട്ടാണല്ലോ ഇവിടുന്ന് പോയത്. നിന്റെ ആ ചിട്ടിക്കാരൻ എല്ലാ നറുക്കിലും നിന്റെ പേരിനിടും, എന്നിട്ട് അതെന്നെ നറുക്കെടുക്കുന്ന പറഞ്ഞാണല്ലോ. അതൊക്കെ ചെയ്തെന്നേ, പക്ഷെ ക്ലൈമാക്സ് പൊളിഞ്ഞു പോയിടി. അതെങ്ങനെ? എടി, എന്റെ ഭർത്താവ് ഗിരിജൻ ചേട്ടന്റെ പേരിലായിരുന്നല്ലോ ഈ ചിട്ടി. അപ്പൊ ചിട്ടിക്കാരൻ എല്ലാ പേപ്പറിലും ഗിരിജൻ 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 എന്ന് എഴുതിയിട്ട്, പക്ഷെ ഒരു പേപ്പറിൽ മാത്രം ഗിരിജന്റെ ഇന്നിടാൻ മറന്നുപോയിടി. അയ്യോടി ഇന്നേ. എന്റെ കഷ്ടകാലത്തിനാണെങ്കിൽ ആ പേപ്പർ തന്നെ നറുക്കും കിട്ടി. അപ്പുറത്തെ വീട്ടിലെ ഗിരിജ ചേച്ചി ആ ചിട്ടിയും കൊണ്ട് പോയിടി. സ്വർണ്ണലത, നീ കരയല്ലേ എന്റെ സ്വർണ്ണലത? നീ ഇപ്പൊ വിളിച്ചില്ലേ സ്വർണ്ണലതെന്ന്? എടിയ പേരില് മാത്രമുള്ളൂടി എനിക്ക് സ്വർണം. എന്റെ ശരീരത്തൊരു തുണ്ട് സ്വർണം പോലുമില്ല. നിനക്കറിയോ? നിനക്ക് അറിയാലോ, ഈ ചിട്ടി കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ലോൺ എടുക്കാനാ? എന്റെ വീട് പോകും ദൈവമേ. നീ കരയല്ലേ ദൈവമേ, കരയല്ലേ. എന്തെങ്കിലും ഒരു വഴി ദൈവമായിട്ട് നിന്റെ കണ്ണിൽ കാണിച്ചു തരൂടി. ജ്യോതി, നീ പറഞ്ഞ ശരിയാ, ദൈവം എന്റെ കണ്ണിൽ ഒരു വഴി കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതെ, നിനക്ക് എന്തൊരു ഭാഗ്യം എന്റെ ജ്യോതി. ഇത്രയും വലിയ മാലയൊക്കെ ഇട്ട് ജീവിക്കാനുള്ള യോഗം വേണം പെണ്ണായ. അതെന്റെ ചേട്ടൻ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാടി, സർപ്രൈസ് ആയിട്ട്. ബർത്ത്ഡേക്ക് ഇത്രയും വലിയ മാലയോ? ചേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹ. വീട്ടിലുണ്ട് ഒരു കെട്ടിയോ. ഇത് എത്ര പവനുണ്ടടി? ഞാൻ ചേട്ടനോട് ഇത് എത്ര പവനുണ്ട് ചേട്ടാന്ന് വെച്ചപ്പോ ചേട്ടൻ പറഞ്ഞു, എന്റെ സ്നേഹത്തിന് നീ തൂക്കം നോക്കുന്നോടിന്ന്. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല, എന്നെ ഭയങ്കര ഇഷ്ടാടി ചേട്ടന്. ആണല്ലേ? അയ്യോ, ഇതിന്റെ കുളത്തോടെ നോക്കട്ടെ. ചേട്ടന് ഇതെന്താ പറഞ്ഞെന്നറിയോ? ഇതൊരിക്കലും എന്റെ കഴുത്ത് നൂരരുത്, എപ്പോഴും എന്റെ കഴുത്തിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഞാനാണെങ്കി ഇതുപോലത്തെ ഒരു മാല എന്റെ ജന്മത്തിട്ടിട്ടില്ല. നല്ല തൂക്കം കൊണ്ടിട്ടാ. ഇത് പണയം വെച്ചാ ഒരു 1,00,000 രൂപ ഉറപ്പാ. 1,00,000 മേലെ കിട്ടും. ആണോ? നോക്കട്ടെ, ഇതിന് പണി നോക്കട്ടെ. ഈശ്വരാ, പണി നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തത്. ഞാൻ അല്ല എന്റെ ചോദ്യം, നീ ഇടല്ലേ, ഞാൻ നോക്കട്ടെ. അയ്യോ, അല്ല അത് അല്ല, ഡിസൈൻ നല്ലതാ. ഞാൻ അത് ഇട്ടിട്ട് ബാക്കി പറയാം നമുക്ക്. എടി നീ ഇടല്ലേ, ഞാൻ തരാം. എടി അതല്ല, തന്നേടി. ചേട്ടൻ എന്നെ അറിഞ്ഞ വഴക്ക് പറയും. അതിന് ചേട്ടൻ അറിയാണ്ടിരുന്നാ പോരെ? അറിയാണ്ടിരിക്കാനാ? ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഇത് എടുപ്പിച്ചു തരില്ലേ? ഒരു മാസം? നീ എന്താണ് കളിക്കാണ്ട് മാല തന്നേക്കോട്ട്? എന്റെ ജോലി സമ്മതിച്ചു. നിന്റെ മുഖം കണ്ടാലോ കളിക്കല്ലേ മാല വന്ന ചേട്ടനെ വഴക്ക് ചുമ്മാ മാല അറിയാൻ കൂടെ. എടി നിർത്തിയേ, നിർത്തിയേ. എന്താന്ന്? നിന്നെ ഇപ്പഴാ ഞാനൊന്ന് ശരിക്കും നോക്കിയേ. എന്താ? നീ ഈ മാല ഇടാത്തപ്പോഴാ എന്റെ ജ്യോതി മോളെ സുന്ദരി. ഇങ്ങോട്ട് തിരിഞ്ഞേ, മഞ്ജു വാര്യർ. ഞാൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞേ, കാവ്യമാധവൻ. ഞാൻ തോറ്റി. എന്റെ മാലല്ല പോയത്, സ്വർണ്ണ. അയ്യോ ദൈവമേ, ചേട്ടൻ വരുമ്പോ ഞാൻ എന്താ സമാധാനം പറയുമോ? അയ്യോ ഭവാനെ, എന്റെ ചേട്ടൻ വരുമ്പോ ദൈവമേ. അയ്യോ ചേട്ടൻ. എന്താ നീ പുതച്ചു മൂടിയൊക്കെ? മാല കാണാതിരിക്കാനാ. അല്ല, മാനം പോവാതിരിക്കാനാ. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ചെക്കന്മാരൊക്കെ എന്നെ ഭയങ്കര നോട്ടം ചേട്ടാ. അല്ല ചേട്ടാ, അത് വിട്ടേക്ക്. ചേട്ടാ ചേട്ടാ, അത് വിട്ടേക്ക് ചേട്ടാ. അല്ല വിട്ടേക്ക്. ഞാനിവിടെ ഉള്ളപ്പോ നീ എന്തിനാ പേടിക്കണത്? നീ ആ ഷാളങ്ങോട്ട് മാറ്റിയേ. എന്താന്നറിയില്ല, കൊറേ നേരിട്ടേ പനിക്കുന്നുണ്ടോന്നൊരു സംശയം. ഭയങ്കര മേലൊക്കെ വേദന. അല്ല വേണ്ട, ചൂടൊന്നുമില്ലല്ലോ. അല്ല അത് ചൂട് അങ്ങനെ ഉണ്ടായിരുന്നു. പനിയാവും. നീ എന്തൊക്കെയാ പറയണത്? അല്ല അത് കഴുത്തി തൊട്ട ചേട്ട പനി പക. നിന്റെ കഴുത്തി കിടന്ന മാല മാലേ മാല അവിടെ ഊരി വെച്ചു. കുളിക്കുമ്പോ ഊരി വെച്ചു. നിനക്ക് ഞാനത് വാങ്ങി തന്നപ്പോ ഞാൻ പറഞ്ഞതാണ് അത് കഴുത്തിന്ന് ഊരാൻ പാടില്ല. മാലയേട്ടാ, അത് അടുത്ത മാസം ഇടാലോ. എന്റെ സ്നേഹമാണെന്ന് ഞാനത് എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാലയ്ക്ക് വേണ്ട ഒരു റെസ്റ്റ്. അത് നിന്റെ കഴുത്തിൽ കിടന്ന് റെസ്റ്റ് ചെയ്താൽ മതി. ഈ സാധനം പോയി എടുത്തു. അല്ല അതെ പോയി എടുക്ക്. നിന്നോട് ഓരിയിടാനല്ല മാലയിടാനാണ് ഞാൻ പറഞ്ഞത്. അല്ല അതെ മാല. മാല എവിടെയാടി? മാല ഞാൻ മാലേ അത് പിന്നീടല്ലോ നമ്മുടെ സ്വർണ്ണ ഇല്ലേ, സ്വർണ്ണല്ലതാ അപ്പുറത്ത് വീട്ടില അവൾക്ക് പണയം വെക്കാൻ കൊടുത്തു.
മുക്കുകൊണ്ടോട് ദൈവമേ അതുകൊണ്ട് പണയം വെച്ചാ ഞാനകത്തായി പോവല്ല. ഈശ്വരാ. എന്ത് ചതിയാടി കാണിച്ചത്. അല്ല അതെ നിന്റെ കഴുത്തി നൂരാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് അവള് സ്വർണ്ണല്ലേ കൊണ്ടാ കൊടുത്തത്. പോയി സ്വർണ്ണ വീട്ടിൽ പോയി സാധനം മേടിച്ചോണ്ട് അവള് മഞ്ജു വാര്യർ വന്നപ്പോ ഞാൻ അടിച്ചാൻ പൊട്ടിക്കാൻ പോയി. അതല്ല ചേട്ടാ അവള് പണയം വെക്കണ അടുത്ത മാസം അവളെടുത്ത് പണയം വെക്കാൻ കൊണ്ടുപോയി. എവിടെ ഏത് ബാങ്കിലാണെന്ന് പറ. എനിക്ക് അറിഞ്ഞൂടാ. ഈ അവളൊന്ന് വിളിക്കടി, വേഗം വിളിക്ക്, പോവില്ലെന്ന് പറ. ഇല്ലാത്ത പണി ഉണ്ടാക്കി വെച്ചോണ്ട് എന്റെ ദൈവം ഞാൻ അകത്ത് പോവല്ല. അവള് സ്വിച്ച് ഓഫ് ചെയ്ത്. അയ്യോ എടി നീ അവിടെ വീട്ടിൽ പോയി അന്വേഷിക്കണേ. അവിടെ ബാങ്കിൽ പോയേക്കാണ്. ഞാൻ പോയി അന്വേഷിക്കാൻ ആവശ്യമില്ലാത്ത പണി. എന്താ ചേട്ടാ ചേട്ടാ എനിക്കൊരു തെറ്റ് പറ്റിയേട്ടാ. ഒന്നും പറയണ്ട മോളെ, എനിക്കാണ് തെറ്റ് പറ്റിയത്. ചേട്ടനല്ലേ ഏട്ടാ തെറ്റ് പറ്റിയത്, എനിക്കേട്ടാ തെറ്റ് പറ്റിയത്. അല്ല അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ചതിച്ചതാണ്. അപ്പൊ നിങ്ങൾ ആള് ശരിയല്ല അല്ലേ? അതല്ല നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. അല്ല അത് ഈ തെറ്റല്ല, പിന്നെ വേറെ അപ്പൊ ഞാനത് വേറെ തെറ്റുണ്ടോ? അയ്യോ അല്ല അതല്ല, ഇതല്ലടി. നിങ്ങൾ തമ്മിൽ ഇതിന്റെ ഇടയിൽ എന്തോ ഒന്നുമില്ല, ഞങ്ങള് തമ്മിൽ ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞോളൂ. സദാശിവന്റെ ഭാര്യ ഞാനാ ഒരു കണ്ട്. അതല്ല വേറൊരു തെറ്റ്. എന്താണ്? അത് നീ അറിയണ്ട, നീ അറിയാൻ പാടില്ല. അല്ല എന്താ കാര്യം? ഞാൻ പറയാ ചേട്ടാ. എന്ത് പറയാൻ പോണു? എടി ഞാൻ നിന്റെ അടുത്തുനിന്ന് മാല മേടിച്ചോണ്ട് പോയില്ലേ? മാല മേടിച്ചോണ്ട് പോയിട്ട് മാല മേടിച്ചോണ്ട് പോയില്ലേ? ഞാൻ ബാങ്കിൽ പണയം വെക്കാൻ വേണ്ടി പോയപ്പില്ലേ ഒരു ബൈക്കാരനെ തട്ടിയെടുത്തോണ്ട് ഓടിയാണ്. എന്താണ് എന്ത്? എന്റെ എസ് പറഞ്ഞത് അല്ല രക്ഷപ്പെട്ടല്ലോ. ആ രക്ഷപ്പെട്ടു. അല്ല കുട്ടി രക്ഷപ്പെട്ടല്ലോ. അപ്പൊ അത് ശരി, അവള് രക്ഷപ്പെട്ടു. എന്റെ മാല പോയതോ? ഇനി മാല നമുക്ക് എപ്പോഴും നമുക്ക് മേടിക്കാമല്ലോ, ഞാൻ മേടിച്ച് തരുമല്ലോ. പക്ഷേ കുട്ടിയുടെ ജീവനല്ലേടി വലുത്. എനിക്ക് വയ്യ, എനിക്ക് എന്റെ മാല ഇപ്പൊ കെട്ടണം ചേട്ടാ. എടി മാല ഞാൻ മേടിച്ചു തരാം. സമാധാനപ്പെടാൻ നിങ്ങൾ മേടിക്കണ്ട. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്, കിട്ടും. എന്ത് കാര്യത്തിന് നിന്നോട് ആരും പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പറഞ്ഞു? കള്ളം കൊണ്ടുപോയതല്ലേ പോലീസ് എന്നോട് പറയണ്ടേ? കള്ളം കൊണ്ടിട്ട് എന്റെ മാല കൊണ്ടിട്ട് അങ്ങോട്ട്. ന്യായമാണത് പോലീസുകാരനോട്. അതെ, നീ ഇവിടെ കെട്ടിയെന്ന് വിളിച്ചേ. അവൻ എവിടെയായിട്ടെന്ന് ചോദിച്ചേ. നിന്റെ മറ്റേ നമ്പർ പറ. ഏത് നമ്പർ വേണ്ടേ? വിളിച്ചാ കിട്ടുന്ന നമ്പർ പറയാ. വിളിച്ചാ കിട്ടുന്ന നമ്പർ അതെ ചേട്ടൻ 2 നമ്പർ ഉണ്ട്. ഏത് നമ്പർ? അത് വിളിച്ചാ കിട്ടുന്ന നമ്പർ പറയാ. അതാ പഴയ നമ്പർ നിന്റെ അത് എന്റെ ഉണ്ട്. മോളെ ഹലോ, അത് മുക്കുകൊണ്ടോണ്. നീ അതിന്റെ പേര് കേസ് ഇതായിട്ട് പുറകെ നടക്കണ്ട. അയ്യോ കൊല്ലിനെന്ന് ഞാൻ. നമ്മള് തമ്മിൽ അറിഞ്ഞാൽ മതി, വേറൊരാളും അറിയരുത്. ഈ രഹസ്യം നമ്മളിൽ തന്നെ മണ്ണടിഞ്ഞു പോയിക്കോട്ടെ. ഒരാളോടും പറയരുത്. അങ്ങനെ പോയിക്കോട്ടെ. 460 രൂപയുടെ വിലയുള്ളൂ. ഞാൻ വേറെ മേടിച്ചു കൊടുത്തോളാം. അത്രേ ഉള്ളൂ, കഴിഞ്ഞ്. ഒന്നും മിണ്ടണ്ട. എന്താടി കാര്യം? എന്താടി ഇവളെ കെട്ടിയാൽ അവളെക്കാളും വലിയ അവലാദ്യം. അവൻ പറയും ഈ രക്തത്തിൽ അവന് പങ്കില്ലെന്ന്. മാലയുടെ പൈസ അവളോട് മേടിച്ചോളാം. മര്യാദ മാലടാടി. പോട്ടെ, പോയത് പോട്ടെ. സത്യം പറയടി, എന്റെ മാലയുടെ അടുത്ത് എന്താ സംഭവിച്ചത്? സത്യം പറ. ഞാൻ എല്ലടി കള്ളനല്ലേ? കള്ളനൊന്നല്ല, ഇതിൽ എന്തോ ചുറ്റിക്കണ്ട് പറയടി. ചേട്ടൻ പറഞ്ഞു. ഞാനെന്ത് പറയാനാ? ഒന്നും പറയല്ലേന്ന് പറയട്ടാ. ചേട്ടൻ അറിയാലോ എന്നെ. ഒന്നും പറയണ്ട. അവക്ക് പറ്റിയൊരു അബദ്ധമല്ലേടി. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിഷയമാക്കല്ലേ. ഇത് ഇതുവരെ ഇല്ലാത്ത സിമ്പതി ആണല്ലോ അവളടുത്ത്. ഞാനാണ് ആ മാല കളഞ്ഞിരുന്നെങ്കിലോ? നിന്നോടായിരുന്നു അത് ഊരിക്കൊടുക്കാൻ പറഞ്ഞത്. അതല്ലേ ഇവിടെ പ്രശ്നം ഉണ്ടായത്. നിങ്ങളെന്തിനാ അവളെ സൈഡ് നിൽക്കുന്ന? സത്യം പറ, നിങ്ങൾ അവള് തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി എന്നെ അനാവശ്യം വല്ല പറഞ്ഞാണ്ടല്ല മുക്കോണ്ടത്തിന്റെ കഥ എനിക്കിവിടെ പറയേണ്ടി വരും. മുക്ക് വേണ്ട. നമ്മുടെ പണ്ടം കള്ളം മുക്കിയതാണല്ലോ മുക്കുപണ്ടമായത്. അത്രേ ഉള്ളത്. സത്യം പറയടി, ഇതിൽ എന്തോ ഉണ്ട്. എന്റെ മാല പറയടി. ഞാൻ സത്യം പറയാ. പറയടി. പറയരുത്. പറയടി, സത്യം പറയടി, എന്താ ഉണ്ടായത്? പറയാതെ ഞാൻ നിന്റെ മാല മേടിച്ചിട്ട് പോയില്ലേ? പോയപ്പോ നിക്ക് ഫോൺ മണി ഇവിടത്തെ അതെ പോലീസ് സ്റ്റേഷനിലാ. മിണ്ടല്ലേ? അത് എടുക്കേണ്ട കാര്യമില്ലട്ടാ. ഹലോ, കിട്ടിയോ മാല? കിട്ടിയോ? എന്റെ സാറേ, സാർ കൃത്യസമയത്താ വിളിച്ചേ. അല്ലെങ്കിൽ ഇവിടെ ഒരു ടൈം ബോംബ് പൊട്ടിയാന് സാറേ. ഞാനിപ്പോ തന്നെ വന്നേക്കാം. ഓക്കെ. അതെ, മാല കിട്ടി. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. സമാധാനം ഇല്ലേ നിനക്ക്? ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങൾ സംസാരിച്ചപ്പോ ഒരു ടൈം ബോംബിന്റെ കാര്യം പറഞ്ഞില്ല, എന്തായിരുന്നു അത്? ടൈം ബോംബിന്റെ കാര്യം പറഞ്ഞ എന്തായിരുന്നു അത്? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോംബാണല്ലോ. ബോംബിന്റെ ടൈം ശരിയാവുമ്പോ നമ്മുടെ ടൈം മോശമാകുമ്പോഴാണല്ലോ ബോംബ് പൊട്ടുന്നത്. അതിനകത്ത് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഞാൻ പോട്ടെ. നീ പോവാൻ പറ്റേ. അതെ,
മാല വെളുപ്പ് മേടിച്ചോണ്ടും വരും. അവളെ പണയം വെക്കാൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്റെ മുത്തിന്റെ കഴുത്തില് ഈ മാല കിടക്കണാണ് ഞാൻ ജീവിക്കുന്നത്. അത് അവിടെ തന്നെ കിടന്നാ മതി കേട്ടാ. അപ്പൊ ഞാൻ അതൊന്ന് അവളോട് പറഞ്ഞിട്ട് വരാം. നീ ഇവിടെ തന്നെ നിന്നോ, അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഓക്കെ? അതെ, ഈ സാധനം മുക്കോണ്ടോ നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. ഈ രഹസ്യം പുറത്താരോട് പറയണ്ട മരണം വരെ കേട്ടാ. പ്രത്യേകിച്ച് എന്റെ ഭാര്യ ജ്യോതിനോട്. ഓക്കെ? എന്താണ്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല, നിങ്ങൾ അവളും തമ്മിൽ അവഹിത ബന്ധമുണ്ട്. അയ്യോ എന്റെ ദൈവം, എന്റെ ഭർത്താവ് പഴച്ചു പോയ നിങ്ങൾ പരിശുദ്ധനല്ല കന്യാമറ. അയ്യോ എന്റെ ദൈവം. ചേട്ടാ ഞാൻ നിക്കണോ പോണോ? നീ പോണ്ടി, നീ ഇങ്ങനെ കറുപ്പുറത്തോ? നീ കരുതുന്നില്ല. ഞാനൊന്ന് പറയട്ടെ, നീ എന്നോടൊന്ന് പൊറുക്ക്. ഓഹോ അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അവളുടെ കൂടിയും പൊറുക്കണം, എന്റെ കൂടിയും പൊറുക്കണം അല്ലേ? നീ സമ്മതിക്കണേ, ഞാൻ ഓക്കെയാണ്. നീ നിന്റെ വീട്ടിൽ പോയെ. ഇനി മേലാല് ഇവളുടെ അടുത്ത് ഉള്ള കളിക്കാനായിട്ട് വന്നു കഴിഞ്ഞാല് ആ മാല നിന്റെ കഴുത്തിൽ തന്നെ എടുത്താൽ മതി. വേറെ ഒരാളുടെ കയ്യിൽ നീ കൊടുക്കരുത്. എന്റെ ദൈവമേ, ഞാൻ രക്ഷോട്ട്.